നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലേ ഇത്തവണ കായ കുറഞ്ഞതിലുള്ള ഒരു വിഷമത്തിലായിരുന്നു. ഇപ്രാവശ്യം ആകെ നമ്മൾ 3 കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ലാഭം തന്നെയാണ്. ഇതിന് നമുക്ക് ഒരു ചെലവുമില്ല. നമ്മളിവിടെ നട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു പരിചരണവും നമുക്ക് ആവശ്യമില്ല. പിന്നെ കുരങ്ങിൽ നിന്ന് പോലും നമുക്കിത് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുള്ളുള്ളത് കൊണ്ട് ഇതിൻ്റെ മുള്ളിൽ കുരങ്ങ് വല്ലാതെ തരില്ല. അതുകൊണ്ട് ആ ഒരു ലാഭമുണ്ട്. വേറെ ഒരു സാധനം കുരങ്ങ് തരില്ല. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ നമുക്ക് 3 കായ ആകെ ഉണ്ടായത് 3 കായയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് വീണ്ടും കായ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിപ്പോൾ 3 കായ നമ്മൾ വലുതായിട്ട് ഒന്നതാ തണ്ടിൽ തുടങ്ങി വരുന്നിടത്ത് മുളച്ച് വരുന്നിടത്താണ് ഒരു കായ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ അതാ ഇപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇവിടെ ഒരു കായ ഉണ്ട്. ഇപ്പോൾ ദാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കായ ആയി വരുന്നിട്ടുണ്ട്. വേറെ എവിടേക്കോ കണ്ടിരുന്നു. അപ്പോൾ ഇത് ഒന്നാണെങ്കിൽ പോലും നമുക്ക് സന്തോഷമാണ്. ഇതിങ്ങനെ ഇത്ര വലുപ്പത്തിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സന്തോഷം. രാവിലെ ആയാലും നമുക്കതൊന്ന് വന്നിട്ട് അതൊന്ന് നോക്കി നമുക്ക് ആ ഒരു സന്തോഷം, നമുക്ക് ആ ഒരു നിർവൃതി, ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇങ്ങനെ വന്ന് നോക്കാൻ തോന്നും. ഇത്ര ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇത്രയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് എന്താ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പം എല്ലാവരും ഒരു വലിയ ബക്കറ്റ്, നമ്മുടെ പെയിന്റിന്റെ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ കൊണ്ടു നട്ടാലും മതി. വെറുതെ ഇതിനെ മറ്റേ ചേരാട്ടനെ പോലെ നടുമുറിഞ്ഞാലും ചേരാട്ട പോകുമല്ലോ എന്നതുപോലെയാണ് ഇതിന്റെ കൊമ്പൊക്കെ നമ്മൾ ഒടിച്ച് ഈ കെണിപ്പൊക്കെ നമ്മൾ ഒടിഞ്ഞ് നാശമായി കിടക്കുകയാണെങ്കിലും അത് പിന്നെയും വളർന്നു വരും. അതിൻ്റെ ഒരു വേര് മതി, ഒരു പിടുത്തം മതി, അതിൻ്റെ മുകളിൽ നിന്ന് അത് മുളച്ചുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പരിചരണവും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ബക്കറ്റിൽ ഇതുപോലത്തെ ഒരു തണ്ട്, ഒരു തുറന്നുള്ള ഒരു തണ്ട് കൊണ്ടുപോയിട്ട് വെറുതെ വെച്ച് കൊടുക്കുക. അതിൽ നിന്നൊരു പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചാൽ വർഷം 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കായ പറിക്കാനും സന്തോഷത്തോടു കൂടി നമുക്കത് കഴിക്കാനും പറ്റും. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.